എൻ്റെ ദോശമാവിന് നല്ല അനുസരണയായിരുന്നു, പ്രത്യേകിച്ച് പണിയൊന്നും തന്നില്ല. ആ പാത്രത്തിൽ കൂടെ പുറത്തേക്ക് കൂടെ ഒന്നും വീണൊന്നും ഇല്ല കേട്ടോ, വലിയ കാര്യമായിട്ട് പുളിച്ച് പൊങ്ങിയൊന്നുമില്ല. പിന്നെ പുളിച്ച് പൊങ്ങാത്തപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഇതെങ്ങാനും ഇനി ഒരുമാതിരിയായിട്ട് ഇരിക്കുമോ, ദോശ നന്നായിട്ട് കിട്ടില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അഫിയുടെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട്, നമ്മൾ തലേദിവസം കഴുകി വെക്കുന്നതാണ്, എന്നാലും ഒന്നുകൂടെ കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നതാണ്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാന്താരി ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റേ വറ്റൽമുളക് കിട്ടില്ല കേട്ടോ, കാന്താരി വെച്ചിട്ടാണ് ചമ്മന്തി അരച്ചത്. അതിനുശേഷം പിന്നെ ദോശയൊക്കെ ചുട്ടെടുത്തു. അങ്ങനെ എല്ലാം റെഡിയായ സ്ഥിതിക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ അഫി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ആപ്പിളായിരുന്നു, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല എന്ന്. പക്ഷേ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വിശക്കുമല്ലോ, അപ്പോൾ കഴിച്ചോളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാനൊരു 2 കഷ്ണം കേക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്ക് നമ്മളൊരു 2-3 ദോശ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ചമ്മന്തിയും കൂടി ആ ഒരു കറുപാത്രത്തിലേക്ക് ഒഴിച്ച് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടച്ച് റെഡിയാക്കി പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് എല്ലാം ബാഗിലെടുത്ത് വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ അഫീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ എക്സാം ആയതുകൊണ്ട് അതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഓരോ പണി ചെയ്യുന്നത്. പിന്നെ